Hi all, welcome to Exam by Learning Career Connect. So മാത്സ് ഇഷ്ടമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ മാത്സിൽ നിങ്ങൾ യു ജി പി ജി ലൈക്ക് ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്സ് ഒരു കരിയർ ഓപ്ഷനായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യേണ്ട ഒരു കോളേജാണ് ISI അഥവാ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത്. സോ ISIയിലോട്ടുള്ള അഡ്മിഷൻ്റെ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ എങ്ങനെയാണ് ISIലോട്ട് അപ്ലൈ ചെയ്യേണ്ടത്, എന്താണ് അവിടുത്തെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, കോളേജസ് ലൈക്ക് എവിടെയൊക്കെയാണ് കോളേജസ് ക്യാമ്പസുകൾ ഉള്ളത്, അതുപോലെ തന്നെ എന്തൊക്കെ UG പ്രോഗ്രാംസ് ആണ് ഉള്ളത്, PG എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് അവർ അവൈലബിൾ ആക്കിയിട്ടുള്ളത് തുടങ്ങി മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ കവർ ചെയ്യുന്നുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാം. സോ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ്, കൂടുതൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് എക്സാംവൈയുടെ കരിയർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യും. സോ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കുകയാണെങ്കിൽ ലൈക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള കോളേജാണ്, നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള കോളേജാണ്. സോ മാത്തമാറ്റിക്സ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാത്തമാറ്റിക്സ് അതായത് സ്റ്റാറ്റിസ്റ്റിക്സ്, ഡാറ്റാ സയൻസ് ആണ് അവിടുത്തെ സ്പെഷ്യലൈസേഷൻ കോഴ്സുകൾ വരുന്നത്. എന്തൊക്കെയാണ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്, പ്ലേസ്മെൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ലൈക്ക് നിങ്ങൾക്ക് PhD പോലുള്ള അങ്ങനത്തെ ഓപ്ഷൻസ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ പോകാം. പിന്നെ അവിടെ തന്നെ PG കോഴ്സുകളുണ്ട്, മേ ബി ലൈക്ക് ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ് പോലുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്. സോ ലൈക്ക് അതിനൊക്കെ ഒരുപാട് ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസും ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ്സ് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ അവരുടെ മെയിൻ ക്യാമ്പസ് വരുന്നത് കൊൽക്കത്തയാണ്, വെസ്റ്റ് ബംഗാളിൽ. അതിന് പുറമെ 4 ക്യാമ്പസുകളും കൂടെ ഉണ്ട്. ഡൽഹി ഉണ്ട്, ബാംഗ്ലൂർ, അതുപോലെ തന്നെ ചെന്നൈ ആൻഡ് തേജ്പൂർ, അങ്ങനെ 4 സ്ഥലങ്ങളിലാണ് എന്ത് ചെയ്തത് അവരുടെ ലൈക്ക് ക്യാമ്പസുകൾ വരുന്നത്. മെയിൻ ക്യാമ്പസ് കൊൽക്കത്തയിലാണ്. പിന്നെ ലൈക്ക് വൺ ഓഫ് ദ ലൈക്ക് ഇമ്പോർട്ടൻറ്റ് ലൈക്ക് അവിടുത്തെ ഫെസിലിറ്റീസ്, ഒബ്വിയസ്ലി ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആവുന്ന സമയത്തുള്ള എല്ലാ ബെനിഫിറ്റ്സും ഉണ്ട്. ലൈക്ക് ഒരുപാട് നല്ല ലബോറട്ടറീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. സോ അതിൻ്റെ ഡേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാവുന്നത് അപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഫെബ്രുവരി 12 അപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മാർച്ച് 13 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സോ ലൈക്ക് ഡേറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. സോ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് അതിന് പുറമെ BSDS അതായത് ന്യൂ ഡാറ്റാ സയൻസ് കോഴ്സ് ഉണ്ട്. അവർക്ക് പുതിയ ഓഫർ ചെയ്യുന്ന കോഴ്സാണ് ഡാറ്റാ സയൻസിലുള്ള കോഴ്സ്. സോ അതിൻ്റെ ടൈം ലൈൻ വരുന്നത് കുറച്ച് ഡിലേഡ് ടൈം ലൈനാണ്. ഏപ്രിൽ 28 ടു മെയ് 28 അതിൻ്റെ ഡേറ്റ് വരിക. ആൻഡ് എൻട്രൻസ് എക്സാം നടക്കുന്നത് മെയ് 10 ISIലോട്ടുള്ള എൻട്രൻസ് എക്സാംസ് നടക്കുന്നത് മെയ് 10 സൺഡേ 2026. സോ അവർ മേജറായിട്ട് ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ നോക്കുന്ന സമയത്ത് UG കോഴ്സുകളുണ്ട്. 12th ശേഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണ് അണ്ടർ ഗ്രാജ് കോഴ്സുകൾ. സോ BStat, ബാച്ചിലേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, അതുപോലെ തന്നെ മാത്ത് ഉണ്ട്. അതൊക്കെ 3 ഇയർ കോഴ്സുകളാണ്. ലൈക്ക് BStat വരുന്നത് കൊൽക്കത്ത ക്യാമ്പസിലാണെങ്കിൽ BMath വരുന്നത് ബാംഗ്ലൂർ ക്യാമ്പസിലാണ്. പിന്നെ വരുന്നത് BSDS ആണ്, നേരത്തെ പറഞ്ഞ ബാച്ചിലേഴ്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാ സയൻസ് ആണ്. 4 ഇയർ കോഴ്സാണ്. മറ്റൊക്കെ 3 ഇയർ കോഴ്സാണെങ്കിൽ ഇത് 4 ഇയർ കോഴ്സാണ്. ആൻഡ് പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ്, ഇത്രയാണ് UG കോഴ്സ് വരുന്നത്. പിന്നെ വരുന്നത് PG കോഴ്സുകളാണ്. PG കോഴ്സിൽ MStat, MMath ഉണ്ട്. പിന്നെ MS ഇൻ ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ്. ലൈക്ക് വളരെ ലൈക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ലൈക്ക് പ്ലേസ്മെൻറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ ലൈക്ക് ചാൻസ് ഉള്ള ഒരു കോഴ്സായിരിക്കും MS ഇൻ ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫൈനാൻസ് മേഖലകളിലൊക്കെ നിങ്ങൾക്ക് ജോലി ട്രൈ ചെയ്യാം. പിന്നെ വരുന്നത് MS ഇൻ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ആൻഡ് സയൻസ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ MTech പ്രോഗ്രാംസ് ഉണ്ട് അവർക്ക്. കമ്പ്യൂട്ടർ സയൻസ്, ക്രിപ്റ്റോളജി ആൻഡ് സെക്യൂരിറ്റി ഉണ്ട്. QROR അതായത് ക്വാളിറ്റി റിലയബിലിറ്റി ഓപ്പറേഷൻ റിസർച്ച് ആണ്. അങ്ങനത്തെ കോഴ്സുകളിലും അവർക്ക് MTech പ്രോഗ്രാംസ് കിട്ടും. സോ ഇത് എലിജിബിലിറ്റി വരുന്നത് ലൈക്ക് UG കോഴ്സുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, 10+2 അല്ലേ, +2 ലൈക്ക് 12th ഗ്രേഡ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. കമ്പൽസറി മാത്തമാറ്റിക്സ് വേണം. മാത്തമാറ്റിക്സും ഇംഗ്ലീഷും കമ്പൽസറി ആണ്. മിനിമം പെർസെൻറ്റേജ് ഒന്നുമില്ല, ഇത്ര മാർക്ക് +2 ഇത്ര മാർക്ക് വേണമെന്ന് അങ്ങനത്തെ കട്ട് ഓഫുകൾ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് UG കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ ഇല്ല. പിന്നെ BSDS കോഴ്സ് ഉണ്ട്, ന്യൂ ഡാറ്റാ സയൻസ് കോഴ്സാണ്. അതിന് 10+2 ഇംഗ്ലീഷും മാത്സും വേണം. അതുപോലെ തന്നെ 75% അഗ്രിഗേറ്റ് മാർക്സ് വേണം. അൺലൈക്ക് ബാക്കി BStat, BMath പോലെയല്ല. ഇത് എന്ത് ചെയ്യേണ്ടത്, ഒരു 75% നിങ്ങൾക്ക് എന്ത് ചെയ്യണം, 12th ഉണ്ടായിരിക്കണം. ആൻഡ് SC ST PWക്ക് റിലാക്സേഷൻ ഉണ്ട്, 65% ആണ്. ഇനി PG MTech ആണെങ്കിൽ എന്ത് ചെയ്യണം, ഒരു 3 ഇയർ ഡിഗ്രി അല്ലെങ്കിൽ BTech B അല്ലേ, ലൈക്ക് നോർമൽ നിങ്ങൾ സയൻസ് ലൈക്ക് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ BTech B, പിന്നെ വാലിഡ് ഗേറ്റ്സ് കോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ഇൻ്റർവ്യൂസിന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ എക്സാം പാറ്റേൺസ് വരുന്നത് മോഡ് ഓഫ് എക്സാം ഓഫ്ലൈനാണ്. ഓഫ്ലൈനായിട്ട് പെൻ ആൻഡ് പേപ്പർ, ലൈക്ക് അൺലൈക്ക് മോസ്റ്റ് അതർ എക്സാംസ് എന്താണ് പെൻ ആൻഡ് പേപ്പർ ആയിട്ട് നടക്കുന്ന എക്സാമാണ്. ക്വസ്റ്റ്യൻ 2 ഭാഗങ്ങളായിട്ട് വരുന്നുണ്ട്. ഒന്ന് MCQ ആണ്, 2 സബ്ജക്റ്റീവ് ആണ്. സോ MCQ അറിയാം, നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ട്രൈ ചെയ്യാം, ഓപ്ഷൻസ് വെച്ചിട്ട് ആൻസർ ചെയ്യാം. പക്ഷേ സബ്ജക്റ്റീവ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യാം, നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ആൻസേഴ്സ് നിങ്ങൾ എഴുതണം. ആൻഡ് റിട്ടൺ എക്സാമും അത് കഴിഞ്ഞിട്ട് ഈ എക്സാംസ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ലൈക്ക് റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനൊരു PA ഉണ്ടാവും, പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാവും. സോ അതും കൂടെ കഴിഞ്ഞിട്ട് അഡ്മിഷൻസ് നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുള്ളൂ. അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ജനറൽ മെയിലിന് 1500 rupees ആണ്. ആൻഡ് ജനറൽ ഫീമെയിലിന് 1000 rupees ആണ്. SC ST PWD OBC കാറ്റഗറി അതുപോലെ EWS കാറ്റഗറിക്ക് 750 rupees ആണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. സോ ഇതാണ് ലൈക്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഇവിടെ അഡ്മിഷൻ ലൈക്ക് അപ്ലൈ ആവുന്ന ലിങ്ക്. സോ ഈ ഒരു സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം ബിഫോർ മാർച്ച് 13 കേട്ടോ. സോ ലൈക്ക് BStat ലൈക്ക് ബാച്ചിലർ കോഴ്സുകൾക്കൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ മാർച്ച് 13 വരെ ലൈക്ക് അപ്ലിക്കേഷൻ ഡെഡ് ലൈൻ ഉള്ളൂ.
ബാക്കി BSDS കോഴ്സിന് സെപ്പറേറ്റ് ഡെഡ് ലൈൻ ആണ്, ഒന്നുകൂടി ഡിലേഡ് ആയിട്ടുള്ള ഡെഡ് ലൈൻ ആണ്, ഏപ്രിൽ ലാസ്റ്റ് വരെ ഉണ്ട്. സോ എന്ത് ചെയ്യുക, നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ആൻഡ് ഫോർ മോർ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ലൈക്ക് ഒരുപാട് വീഡിയോസ് നമ്മൾ കവർ ചെയ്യാറുണ്ട്, UG കോഴ്സുകൾക്കും അതുപോലെ തന്നെ PG കോഴ്സുകൾ എന്തൊക്കെയാണ് ലൈക്ക് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്, എന്നാണ് ലാസ്റ്റ് ഡേറ്റ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യാറുണ്ട്. സോ മോർ വീഡിയോസിന് നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ലൈക്ക് QR കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുകയും ചെയ്യുക വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ. സോ ബെസ്റ്റ് വിഷസ്.